മഹക് ബുഖാരി എന്ന 23 വയസ്സുകാരിയായ ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ. ടിക്ടോക്കിൽ മാത്രം 1,20,000-ലധികം ഫോളോവേഴ്സ് ഉള്ള വലിയൊരു സോഷ്യൽ മീഡിയ താരം. കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ 33,000-ലധികം ഫോളോവേഴ്സും യൂട്യൂബിൽ 5,000-ഓളം സബ്സ്ക്രൈബേഴ്സും അവർക്കുണ്ടായിരുന്നു. പുറം ലോകത്ത് നോക്കുന്നവർക്ക് അവരുടെ ജീവിതം വളരെ ആഡംബരവും സന്തോഷവും നിറഞ്ഞതാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. ഒരുപക്ഷെ പലർക്കും അവളെ പോലെ ആകാൻ വലിയ ആഗ്രഹവുമായിരുന്നു. എന്നാൽ തനിക്കായി കാത്തിരിക്കുന്ന ആ ഭയങ്കരമായ കെണിയെക്കുറിച്ചോ വലിയൊരു ദുരന്തത്തെക്കുറിച്ചോ മഹക് ബുഖാരി പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. വലിയ രീതിയിലുള്ള പ്ലാനിങ്ങും ചതിയും നിറഞ്ഞ, കേൾക്കുന്നവർക്ക് രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കഥയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒപ്പം ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ ആകുന്നതിന് പിന്നിലെ ചില ഇരുണ്ട വശങ്ങളും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഫെബ്രുവരി മാസം 11 അന്ന് പുലർച്ചെ ഏകദേശം 1:30 സാഹിബ് ഹുസൈൻ എന്ന 21 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ UK-യിലെ ലെസ്റ്റർഷയറിലുള്ള എമർജൻസി നമ്പറായ 999 വിളിക്കുന്നു. ഒരു കാറിന്റെ പാസഞ്ചർ സീറ്റിലിരുന്ന് അതീവ ഭയത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. തന്റെ ജീവൻ അപകടത്തിലാണെന്നും മുഖംമൂടി ധരിച്ച് ചില ആളുകൾ തന്നെ കാറിൽ പിന്തുടരുന്നുവെന്നും അവൻ എമർജൻസി ഓപ്പറേറ്ററോട് നിലവിളിച്ചു പറഞ്ഞു. തനിക്ക് മരിക്കാൻ ഭയമാണെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും അവൻ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എമർജൻസി ഓപ്പറേറ്റർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ വലിയൊരു കാർ അപകടത്തിന്റെ ഭയങ്കരമായ ശബ്ദമാണ് ഫോണിലൂടെ കേൾക്കാൻ കഴിഞ്ഞത്. തൊട്ടു പിന്നാലെ അവിടെ പൂർണ്ണമായ നിശബ്ദതയായി. അവർ സഞ്ചരിച്ചിരുന്ന സ്കോഡ ഫാബിയ എന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഒരു വലിയ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ ആഘാതത്തിൽ കാർ 2 കഷ്ണങ്ങളായി പിളർന്നു മാറുകയും നിമിഷങ്ങൾക്കകം അതിന് തീപിടിക്കുകയും ചെയ്തു. പോലീസിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ച സാഹിബ് ഹുസൈനും അവന്റെ കസിൻ സുഹൃത്തുമായ മുഹമ്മദ് ഹാഷിം എജസുദ്ദീൻ ഇവർ ആ കാറിനുള്ളിൽ കിടന്ന് കത്തിയമർന്നു. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ റോഡ് അപകടം പോലെ തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു കൊലപാതകത്തിന്റെ കഥ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സമയം പുലർച്ചെ രാത്രി 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരുന്നിട്ടും വിവരമറിഞ്ഞ ഉടൻ തന്നെ എമർജൻസി ഓപ്പറേറ്ററും പോലീസും അപകടം നടന്ന സ്ഥലത്തേക്ക് കുതിച്ചെത്തി. അവിടെ എത്തി അവർ കണ്ടത് കത്തിയെരിയുന്ന കാറാണ്. ഉള്ളിലുണ്ടായിരുന്ന 2 പേരും മരിച്ചിരുന്നു. കാറിൽ നിന്നുള്ള അമിതമായ ചൂട് കാരണം മൃതദേഹങ്ങൾ പുറത്തെടുക്കുക എന്നത് ആ സമയത്ത് പോലീസിന് അസാധ്യമായ കാര്യമായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. സാഹിബ് ഹുസൈൻ മരിക്കുന്നതിന് മുൻപ് വിളിച്ചപ്പോൾ തന്റെ വിവരങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ കാറിലുള്ളത് ആരാണെന്ന് പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു. എന്നാൽ അതിനേക്കാൾ പ്രധാനമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് സാഹിബ് ഒരു പേര് വിളിച്ചു പറഞ്ഞിരുന്നു, മഹക് ബുഖാരി. പക്ഷേ അവൻ എന്തിനാണ് ആ പേര് പറഞ്ഞത് എന്ന് പോലീസിന് അപ്പോൾ മനസ്സിലായില്ല. തുടർന്ന് ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ അപകടം എന്ന് തോന്നിച്ച ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചുരുളഴിയിക്കാൻ പോലീസ് ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അതിനായി അവർക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. പോലീസിനെ വിളിച്ചപ്പോൾ തങ്ങൾ ടെസ്കോ കാർ പാർക്കിൽ നിന്നാണ് ഇറങ്ങിയതെന്നും അവിടെ നിന്നാണ് ചിലർ തങ്ങളെ പിന്തുടർന്നതെന്നും സാഹിബ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ആ കാർ പാർക്കിലെ CCTV ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിച്ചു. സാഹിബും കസിനും സഞ്ചരിച്ചിരുന്ന സ്കോഡ കാർ ആ പാർക്കിങ്ങിലേക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ കണ്ടു. അവിടെ വെറും 5 മുതൽ 7 സെക്കൻഡ് വരെ മാത്രമാണ് അവർ നിർത്തിയത്. തൊട്ടടുത്ത നിമിഷം അതീവ ഭയത്തോടെ വളരെ വേഗത്തിൽ ആ കാർ അവിടെ നിന്നും പാഞ്ഞുപോയി. എന്തോ വലിയ അപകടം മുന്നിൽ കണ്ടതുപോലെയായിരുന്നു ആ കാർ അവിടെ നിന്നും കുതിച്ചു പാഞ്ഞത്. പോലീസ് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് തിരിച്ചുവിട്ടപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കണ്ടു. സാഹിബിന്റെ കാർ ഇറങ്ങി കൃത്യം കുറച്ച് സെക്കൻഡുകൾക്കകം മറ്റ് 2 കാറുകൾ കൂടി അമിത വേഗത്തിൽ അതിനെ പിന്തുടർന്ന് പാഞ്ഞുപോയി. ഒരു Audi TT പിന്നെ ഒരു C1 കാറുമായിരുന്നു അവ. ആ 2 കാറുകളിലുമായി ഏകദേശം 4 പേർ വീതം ഉണ്ടായിരുന്നു. എന്നാൽ ഇരുട്ടായതുകൊണ്ട് കാറിനുള്ളിലിരിക്കുന്നത് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചില്ല. എങ്കിലും സാഹിബ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞ മഹക് ബുഖാരി എന്ന പേര് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു. എന്നാൽ മഹക് ബുഖാരിയുടെ വീട്ടിലേക്ക് നേരിട്ട് പോയി അന്വേഷിക്കുന്നതിന് മുൻപ് പോലീസിന്റെ കൈകളിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി വന്നു. പോലീസ് ആദ്യം തന്നെ ആ രാത്രിയിലെ ആ പ്രദേശത്തെ സെൽഫോൺ ടവർ ഡാറ്റയുടെ മുഴുവൻ ഹിസ്റ്ററിയും ശേഖരിച്ചു. അതോടൊപ്പം തന്നെ അവർ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകളും പരിശോധിച്ചു. അവിടെ കൂടി കടന്നുപോയ കാറുകളുടെ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്ത് ആ വണ്ടികൾ ആരുടേതാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനമാണിത്. അങ്ങനെ പോലീസ് ആ 2 കാറുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തി. അത് C1 എന്ന കാർ ഓടിച്ചിരുന്നത് റഹീം ജമാൽ എന്ന 21 വയസ്സുകാരനായിരുന്നു. എന്നാൽ പോലീസ് അവന്റെ അടുത്ത് പോകുന്നതിന് മുൻപ്
രണ്ടാമത്തെ കാറായ ഓഡി ടിറ്റിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിച്ചു. ആ ഓഡി കാറിന്റെ യഥാർത്ഥ ഉടമയെ പോലീസ് ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം വണ്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കാർ വാടകയ്ക്കെടുത്തിരിക്കുന്നത് മഹക് ബുഖാരിയാണെന്നും മനസ്സിലായി. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ മഹക് ബുഖാരിയെ ഈ കേസിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, സാഹിബ് മരിക്കുന്നതിന് മുൻപ് വിളിച്ചു പറഞ്ഞ അവളുടെ പേര്. രണ്ട്, അപകടം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വണ്ടി അവളുടെ പേരിൽ വാടകയ്ക്കെടുത്തതായിരുന്നു എന്നത്. ഇത് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി പോലീസ് മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പുറത്തു വന്നത്. സാഹിബ് ഹുസൈന്റെയും മഹക് ബുഖാരിയുടെയും ഫോൺ ലൊക്കേഷനുകൾ പലയിടത്തും കൃത്യമായി ഒത്തുപോകുന്നുണ്ടായിരുന്നു. സാഹിബ് എത്തുന്നതിന് മുൻപ് തന്നെ മഹക് ആ ടെസ്കോ കാർ പാർക്കിൽ ഉണ്ടായിരുന്നു. പിന്നീട് അവൻ അവിടെ നിന്നും വണ്ടിയെടുത്ത് ഇറങ്ങിയപ്പോൾ മുതൽ മഹകിന്റെ ലൊക്കേഷനും അവനെ തന്നെയാണ് പിന്തുടർന്നത്. ഇതേ തുടർന്ന് പോലീസ് മഹക്കിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യലിൽ അവൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. തനിക്ക് സാഹിബ് ഹുസൈനെ കഴിഞ്ഞ 3 വർഷമായി നന്നായി അറിയാമെന്നും തങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നുവെന്നും അവൾ സമ്മതിച്ചു. എന്നാൽ അന്ന് തന്റെ വണ്ടിക്ക് മുന്നിൽ പോയ ആ സ്കോഡ ആ കാറിനുള്ളിൽ സാഹിബായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് മഹക് പറഞ്ഞത്. താൻ താമസിക്കുന്ന സ്റ്റോക്കോൺ ട്രെൻഡിൽ നിന്നും രാത്രി വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നുവെന്നും വഴികൾ മാറിപ്പോയതുകൊണ്ട് അബദ്ധത്തിൽ അവിടെ എത്തിയതാണെന്നും അവൾ അവകാശപ്പെട്ടു. മുന്നിൽ പോയ വണ്ടിയിൽ സാഹിബ് ഉണ്ടായിരുന്നുവെന്നത് വെറും ഒരു യാദൃശ്ചികത മാത്രമായിരുന്നുവെന്നാണ് അവൾ പറഞ്ഞത്. തങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് ആ സ്കോഡ കാർ മരത്തിൽ ഇടിച്ച് തകർന്നതെന്നും അതിനെ തീ പിടിച്ചതെന്നും അവൾ പറഞ്ഞു. കാറിലുള്ളവരെ സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അപകടം കണ്ട് തങ്ങൾ ഭയന്നുപോയെന്നും കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയതോടെ വേറെ പ്രശ്നങ്ങളിലൊന്നും പെടാതിരിക്കാൻ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായതെന്നും മഹക് പോലീസിനോട് വിശദീകരിച്ചു. എന്നാൽ മഹകിന്റെ ഈ കഥകളൊന്നും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായില്ല. അവളുടെ ഫോണിലെ കോളുകളും ചാറ്റുകളും പരിശോധിക്കാൻ വേണ്ടി പോലീസ് അവളുടെ ഫോൺ ആവശ്യപ്പെട്ടു. എന്നാൽ ഭയം കാരണം മഹക് ഫോണിന്റെ പാസ്വേഡ് തെറ്റായി അടിക്കാൻ തുടങ്ങുകയും ഒടുവിൽ അവളുടെ ഫോൺ ലോക്ക് ആവുകയും ചെയ്തു. ആ ഒരു സമയത്ത് കൂടുതലൊന്നും ചെയ്യാൻ കഴിയാതെ പോലീസ് അവിടെ നിന്നും താൽക്കാലികമായി മടങ്ങി. മഹകിന്റെ ഈ കള്ളക്കഥകളൊന്നും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഈ സംഭവത്തിൽ മഹകിന് എന്തോ വലിയ പങ്കുണ്ടെന്ന് പോലീസിന് ഉറപ്പായി. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടും വൈകാതെ തന്നെ പോലീസ് മഹകിനെ കസ്റ്റഡിയിലെടുത്തു. സൈബർ ടീമിന്റെ സഹായത്തോടെ അവളുടെ ലോക്കായ ഫോൺ അൺലോക്ക് ചെയ്ത് പരിശോധിച്ചപ്പോഴാണ് അടുത്ത ഞെട്ടലുണ്ടായത്. മഹക് തന്റെ ഫോൺ പൂർണ്ണമായും റീസെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസ് അവിടെയും വിട്ടുകൊടുത്തില്ല. iOS ഡാറ്റ റിക്കവറി സംവിധാനത്തിലൂടെ അവളുടെ ഫോണിലെ ഡിലീറ്റായ വിവരങ്ങൾ പോലീസ് വീണ്ടെടുത്തു. അതിനുശേഷമാണ് ഈ കേസിന്റെ ചുരുളഴിയാൻ തുടങ്ങിയത്. ഫോണിലെ ചാറ്റുകൾ റിക്കവർ ചെയ്തപ്പോൾ അപകടം നടന്ന അന്ന് മഹക് സാഹിബുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അവനെ ആ കാർ പാർക്കിങ്ങിലേക്ക് വിളിച്ചു വരുത്തിയത് മഹക് തന്നെയാണെന്നും പോലീസിന് മനസ്സിലായി. തെളിവുകളെല്ലാം മുന്നിലെത്തിയതോടെ പോലീസ് മഹകിനെ വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ അവൾ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു. എന്നാൽ ആ സത്യങ്ങൾ മഹകുമായിട്ടിരുന്നില്ല ബന്ധപ്പെട്ടിരുന്നത്, മറിച്ച് അവളുടെ അമ്മയുമായിട്ടായിരുന്നു. തുടക്കത്തിൽ സാഹിബ് ഹുസൈൻ തൻ്റെ സുഹൃത്താണെന്നാണ് പോലീസിനോട് അവൾ ആദ്യം പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ സാഹിബ് മഹകിന്റെ സുഹൃത്തായിരുന്നില്ല, അവളുടെ അമ്മയായ അൻസ്രീൻ ബുഖാരിയുടെ സുഹൃത്തായിരുന്നു. അവർക്ക് 46 വയസ്സ്. അൻസ്രീൻ ബുഖാരിയും 21 വയസ്സുകാരനായ സാഹിബ് ഹുസൈനും കഴിഞ്ഞ 3 വർഷമായി വിവാഹേതര ബന്ധത്തിലായിരുന്നു. അവർ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യുകയും പല ഹോട്ടലുകളിലും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിരുന്നു. സാഹിബ് പലപ്പോഴും ഇവരുടെ വീട്ടിലും വരാറുണ്ടായിരുന്നു. അങ്ങനെ 3 വർഷത്തോളം ആ ബന്ധം രഹസ്യമായി മുന്നോട്ടു പോയി. എന്നാൽ ഈ വിവരങ്ങൾ തൻ്റെ ഭർത്താവ് അറിയുമോ എന്ന് അൻസ്രീൻ ഭയപ്പെടാൻ തുടങ്ങി. തുടർന്ന് അവൾ സാഹിബുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. പക്ഷെ സാഹിബിന് അവളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഈ ബന്ധം പഴയതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അൻസ്രീൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അൻസ്രീൻ ഇനി തിരികെ വരില്ല എന്ന് മനസ്സിലായതോടെ സാഹിബ് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. താൻ അവൾക്കായി ഹോട്ടലുകളിലും യാത്രകൾക്കുമായി ചിലവാക്കിയ ഏകദേശം 3,86,000 രൂപ തിരികെ വേണമെന്നായിരുന്നു അവൻ്റെ ആവശ്യം. അൻസ്രീൻ ആ തുക നൽകിയാൽ ഇത്രയും പണം എവിടെ പോയി എന്ന് ഭർത്താവ് ചോദിക്കുമെന്നതിനാൽ അവൾ അത് രഹസ്യമാക്കി വെച്ചു. ഇതോടെ സാഹിബിന്റെ ഭീഷണിയുടെ സ്വഭാവം മാറി. തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും തൻ്റെ കയ്യിലുണ്ടെന്നും പണം തന്നില്ലെങ്കിൽ അവ ഭർത്താവിനും മകനും അയച്ചു കൊടുക്കുമെന്നും അവൻ ഭീഷണിപ്പെടുത്തി. ഇത് അൻസ്രീനെ മാനസികമായി തളർത്തി. ഇതിനിടയിൽ അൻസ്രീന്റെ ഭർത്താവിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നിന്റെ ഭാര്യ നിന്നെ ചതിക്കുകയാണ് എന്ന് സാഹിബ് കമന്റ് ചെയ്യുക പോലും ചെയ്തു. എന്നാൽ ആരോ തൻ്റെ ഭാര്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് കരുതി ഭർത്താവ് ആ കമന്റ് അവഗണിക്കുകയാണ് ചെയ്തത്. ഭീഷണികൾ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അൻസ്രീൻ ഈ വിവരങ്ങളെല്ലാം തൻ്റെ മകളായ മഹക് ബുഖാരിയോട് തുറന്നു പറഞ്ഞു. അപ്പോഴും അവൾ പോലീസിനോടോ ഭർത്താവിനോടോ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല. കാര്യങ്ങൾ അറിഞ്ഞ മഹക് പോലീസിനെ സമീപിക്കുന്നതിന് പകരം
സ്വന്തം നിലയിൽ ഇതിനൊരു പരിഹാരം കാണാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. അവൾ അമ്മയ്ക്ക് ധൈര്യം നൽകി. അമ്മ പേടിക്കണ്ട, ഞാൻ ചില ആളുകളെ വിളിച്ച് അവനെ പൊക്കാം. അവനെ നമ്മൾ ഭീഷണിപ്പെടുത്തി നല്ല തല്ല് കൊടുക്കാം. പിന്നീട് അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആരും അറിയാൻ പോകുന്നില്ല. മഹക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് പല തരത്തിലുള്ള ഫോളോവേഴ്സും വലിയ സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. ഈ ക്രിമിനൽ ദൗത്യം നടപ്പിലാക്കാൻ വേണ്ടി അവൾ ഒരു ഗുണ്ട സംഘത്തെ അന്വേഷിക്കാൻ തുടങ്ങി. സാഹിബ് ആ ഫോൺ തങ്ങൾക്ക് കൈമാറുകയാണെങ്കിൽ അവനെ വെറുതെ തല്ലിവിടുക, അതല്ല അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവനെ ഇല്ലാതാക്കുകയും അവൻ്റെ കാറും ഫോണും പൂർണ്ണമായി നശിപ്പിച്ചു കളയുകയും ചെയ്യുക. ഇതായിരുന്നു അവരുടെ പ്ലാൻ. ഈ ക്രൂരമായ പ്ലാനിങ്ങിൽ മഹക് ബുഖാരി, അമ്മ അൻസ്രീൻ ബുഖാരി എന്നിവരെ കൂടാതെ പ്രേസ് ജമാൽ എന്ന 23 വയസ്സുകാരൻ, നതാഷ അക്ബർ എന്ന 23 വയസ്സുള്ള പെൺകുട്ടി, അമീർ ജമാൽ എന്ന 28 വയസ്സുകാരൻ, സനഫ് ഗുലാം മുസ്തഫ എന്ന 23 വയസ്സുകാരൻ, മുഹമ്മദ് പട്ടേൽ എന്ന 21 വയസ്സുകാരൻ, ഇവരുൾപ്പെടെ 8ഓളം പേരുടെ ഒരു സംഘം രൂപപ്പെട്ടു. അങ്ങനെ ഫെബ്രുവരി 10-ാം തീയതി രാത്രി അവർ സാഹിബിനെ ഫോണിൽ വിളിച്ചു. അൻസ്രീന് വേണ്ടി അവൻ ചിലവാക്കിയ പണം തിരികെ തരാമെന്നും അത് വാങ്ങാനായി ടെസ്കോ കാർ പാർക്കിലേക്ക് വരണമെന്നും അവർ അവനോട് ആവശ്യപ്പെട്ടു. സാഹിബ് ബൻബറിൽ നിന്നും മഹക് സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ നിന്നുമായിരുന്നു വന്നിരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും നടുവിലുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് അവർ ടെസ്കോ കാർ പാർക്ക് തിരഞ്ഞെടുത്തതും സാഹിബ് വരാൻ സമ്മതിച്ചതും. എന്നാൽ ഈ കെണിയിൽ നിരപരാധിയായ മറ്റൊരു ചെറുപ്പക്കാരൻ കൂടി പെട്ടുപോയി. ആ സമയത്ത് സാഹിബിന്റെ കയ്യിൽ സ്വന്തമായി വണ്ടി ഇല്ലാത്തതിനാൽ അവൻ തന്റെ കസിനായ ഹാഷിമിനോട് വണ്ടിയുമായി വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ രണ്ടുപേരും ഹാഷിമിന്റെ സ്കോഡ കാറിലാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. അവർ കാറ് പാർക്ക് ചെയ്ത ഉടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മുഖംമൂടി ധരിച്ച ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ നേരെ വരുന്നത് കണ്ടു. തങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമാണെന്ന് മനസ്സിലാക്കിയ അവർ വണ്ടി അവിടെ നിർത്താതെ അമിത വേഗതയിൽ ഹൈവേയിലേക്ക് ഓടിച്ചുപോയി. എന്നാൽ മുഖംമൂടി സംഘം 2 കാറുകളിലായി അവരെ പിന്തുടർന്നു. മഹകിന്റെ പേരിലുള്ള ഓടി കാറിൽ മഹകും അമ്മയും മറ്റ് 2 പേരും ഉണ്ടായിരുന്നു. റയീസ് ജമീൽ ഓടിച്ച് സീറ്റ് ലിയോൺ കാറിലും 4 പേരുണ്ടായിരുന്നു. രാത്രി ഏകദേശം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ഈ 3 കാറുകളും ഏതാണ്ട് 160 കിലോമീറ്റർ വേഗതയിലാണ് പാഞ്ഞു പോയത്. തങ്ങളുടെ സ്കോഡ കാറിന് ഈ ആധുനിക വണ്ടികളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും മനസ്സിലാക്കിയാണ് സാഹിബ് എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചത്. പക്ഷെ ആ ഫോൺ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റയീസ് ജമീലിന്റെ കാൽ പുറകിൽ വന്ന് സാഹിബിന്റെ വണ്ടി ഇടിച്ചു. ഇതോടെ വണ്ടി ഓടിച്ചിരുന്ന ഹാഷിമിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും കാറ് നേരെ മരത്തിലേക്ക് ഇടിച്ചു കയറി തീ പിടിച്ച് 2 പേരും മരണപ്പെടുകയായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ പോലീസ് 2 കാറുകളും കണ്ടെടുത്തു. ഓടി കാറിന് കേടുപാടുകളൊന്നുമില്ലായിരുന്നെങ്കിലും സ്കോഡ കാറിന് ഇടിച്ചു തെറിപ്പിച്ച് സീറ്റ് ലിയോൺ കാറിന്റെ മുൻഭാഗത്തെ ചില്ലുകൾ തകർന്നിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് മഹക്, അൻസ്രീൻ ഉൾപ്പെടെയുള്ള 8 പേരെയും പോലീസ് റിമാൻഡിലെടുത്തു. 2022 ഒക്ടോബറിലാണ് ഈ കേസിന്റെ ആദ്യ വിചാരണ നടന്നത്. എന്നാൽ ഡിസംബർ ആയപ്പോഴേക്കും ജൂറി അംഗങ്ങളിൽ ഒരാൾ വംശീയമായൊരു പരാമർശം നടത്തിയതിനെ തുടർന്ന് ആ ജൂറി ടീമിനെ മുഴുവനും ഈ കേസിൽ നിന്ന് നീക്കുകയും വിചാരണ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് 2023 ഏപ്രിലിൽ ജഡ്ജി പുതിയൊരു ജൂറിയെ നിയമിച്ചാണ് വിചാരണ വീണ്ടും തുടങ്ങിയത്. 10 ആഴ്ച നീണ്ടുനിന്ന കടുത്ത വിചാരണകൾക്കൊടുവിൽ 2023 ഓഗസ്റ്റ് മാസം 4-ാം തീയതി കോടതി വിധി പ്രഖ്യാപിച്ചു. 4 പേർക്ക് കൊലപാതക കുറ്റവും 3 പേർക്ക് കൊലപാതകത്തിന് കൂട്ടുനിന്നതിനുള്ള ശിക്ഷയും ലഭിച്ചു. ഒരാൾ മനഃപൂർവ്വം ഇതിൽ പങ്കാളിയാകാത്തതിനാൽ അവനെ വെറുതെ വിട്ടു. സെപ്റ്റംബർ 1 നടന്ന ഔദ്യോഗിക ഹിയറിംഗിൽ മഹക് ബുഖാരിക്കും അമ്മ അൻസ്രീൻ ബുഖാരിക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കുറഞ്ഞത് 31 വർഷവും 8 മാസവും ഇവർ ജയിലിൽ കിടക്കണമായിരുന്നു. എന്നാൽ 2025 ഒക്ടോബർ 17 ലണ്ടൻ കോടതിയിൽ മഹകിന്റെ അഭിഭാഷകർ ഒരു അപ്പീൽ നൽകി. മഹക് വളരെ ചെറിയ പ്രായമാണെന്നും മരിച്ച സാഹിബ് അവളെ ഒരുപാട് ശല്യം ചെയ്തതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തതെന്നും അവർ വാദിച്ചു. തുടർന്ന് ഒക്ടോബർ മാസം 24 കോടതി മഹകിന്റെ പ്രായക്കുറവും പക്വതയില്ലായ്മയും ചൂണ്ടിക്കാട്ടി അവളുടെ ശിക്ഷയിൽ 5 വർഷത്തെ ഇളവ് നൽകി. അതനുസരിച്ച് അവൾ കുറഞ്ഞത് 26 വർഷം ജയിലിൽ കിടക്കണം. സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന പ്രശസ്തി ചില ക്രിയേറ്റർമാരുടെ തലയ്ക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ കേസ്. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ മഹകിന് പോലീസിനെ സമീപിക്കാമായിരുന്നു. എന്നാൽ തന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് സാഹിബിനെ ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്ന അവളുടെ അഹങ്കാരവും ഈഗോയുമാണ് ഒടുവിൽ നിരപരാധിയായ ഹാഷിം ഉൾപ്പെടെയുള്ള 2 പേരുടെ ജീവനെടുക്കാൻ കാരണമായത്. ഒപ്പം അതിൽ പങ്കാളികളായ എല്ലാവരുടെയും ജീവിതം എന്നേക്കുമായി ജയിലറയ്ക്കുള്ളിലാവുകയും ചെയ്തു. 22 വയസ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ജീവിതത്തിലുണ്ടായ ഭയങ്കരമായൊരു സംഭവമാണിത്. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.